സുഹൃത്തുക്കളെ, SSF കാസർഗോഡിൽ സംസാരിക്കാൻ വിളിച്ചതിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ടോപ്പിക് എന്ന് പറയുന്നത് ബിയോണ്ട് ദ ബോർഡർ. ബിയോണ്ട് ദ ബോർഡർ നമ്മൾ പറയുന്നത് നമ്മൾ കേരളത്തിലിருந்து അകത്തേക്ക് വர ആൾക്കാരുമുണ്ട്, പുറത്തേക്ക് പോகிற ആൾക്കാരുമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 40-60 കൊല്ലം ഈ കേരളത്തിലുடைய ഒരു മൈഗ്രേഷൻ്റെ ഒരു സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ മലയാളി, വി കാൾ ദം എം. ഫസ്റ്റ് വേർഡ് എം ആണ്. മലയാളീസിൻ്റെ ഫസ്റ്റ് വേർഡ് എം ആണ്. ആ എം അഡിക്റ്റഡ് ടു മൈഗ്രേഷൻ. അടുത്ത എം ആണ് മലയാളി, മൈഗ്രേഷൻ, വൈ വി മൈഗ്രേറ്റ്, മണി. അപ്പോൾ ഈ 3 എം ആണ് ഈ കേരളത്തെ കംപ്ലീറ്റ് മാറ്റിയെടുത്തത്. മലയാളി, മൈഗ്രേഷൻ, മണി. മൈഗ്രേഷൻ ഇല്ലെങ്കിൽ മണി ഇല്ല. ഇവിടെ ഇരുന്നെങ്കിൽ നമുക്ക് മണി കിട്ടില്ല. അതാണ് നമ്മളുടെ വീട്ടിലുള്ള എത്രയോ ആൾക്കാർ ഇവിടെ നിന്ന് ഇപ്പം ഗൾഫിൽ പോയിട്ടുണ്ട്, ഇപ്പോൾ അമേരിക്ക വരെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ നാട്ടിലെയും നമ്മളെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റഡി പ്രകാരം മലയാളീസ് 158 നാട്ടിലിരിക്കുകയാണ്. 158 നാടുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു മലയാളി ഉണ്ട്. ബട്ട് ഇതിനുடைய வரலாறு നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. 1956 കേരളം ബിക്കം ആൻ ഇൻഡിപെൻഡൻറ്റ് മലയാളം സ്റ്റേറ്റ് ആർ കേരളം. അപ്പോൾ അന്ന് നമ്മൾ തിരുവാങ്കൂർ കൊച്ചിൻ ഉണ്ടായിരുന്നത്, മലബാർ ഉണ്ടായിരുന്നത്. இப்போ அண்ணு தொடங்கும் போது மலபாரில் எஜுகேஷன் வாஸ் வெரி லோ. திருவாங்கூர் கொச்சின் எஜுகேஷன் வாஸ் வெரி வெரி ஹை. 56, 61 നോക്കുമ്പോൾ അവിടെ ലിറ്ററസി റേറ്റ് ഭയങ്കര കൂടെയാണ്. സ്പെഷ്യലി അമംഗ് ദ സിറിയൻ ക്രിസ്ത്യൻസ്, അമംഗ് ബ്രാഹ്മിൻസ്, അമംഗ് നായർസ്. ഇവരെല്ലാം ഒരു വൺസ് അപ്പോൺ എ ടൈം അവരെല്ലാം ഹൈ എഡ്യൂക്കേഷനാണ്. ഈളവാസ്, മുസ്ലിംസ് അവരെല്ലാം ഒരു എഡ്യൂക്കേഷനിലെ കുറച്ച് ബാക്കിലാണ്. ഇതാണ് 56 നടന്ന സംഭവങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ 60 നോക്കുമ്പോൾ കേരളത്തിൽ ഒരു ഫസ്റ്റ് മൈഗ്രേഷൻ വേവ് സ്റ്റാർട്ടഡ്. നമ്മൾ പറയുമ്പോൾ ഇപ്പം പറയുമ്പോൾ സുനാമി വേവ്, ഒരു അലയടിച്ച് പോகிறது പോലെ അന്ന് ഒരു മൈഗ്രേഷൻ തുടങ്ങി 56, 60, 65. അന്ന് പോന മൈഗ്രേഷൻ വി കാൾ ദം ഒരു ട്രെയിൻ മൈഗ്രേഷൻ ആണ്, ഫ്ലൈറ്റ് അല്ല. അന്നെല്ലാം ട്രെയിനിൽ പോകുന്ന ആൾക്കാരാണ്. 60കളിൽ 4 ട്രെയിനാണ് കേരളത്തിലെ ഫേമസ്. തിരുവനന്തപുരം ചെന്നൈ, തിരുവനന്തപുരം ബാംഗ്ലൂർ, തിരുവനന്തപുരം മുംബൈ ആൻഡ് തിരുവനന്തപുരം ഡൽഹി. ഈ 4 ട്രെയിനിൽ തിരുവനന്തപുരത്തിലിருந்து ഈ ട്രെയിൻ വന്നെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം കഴിഞ്ഞ പിറവ് ആ ട്രെയിനിൽ ആൾക്കാർ കയറില്ല. ആ ട്രെയിൻ ഇത് വഴിയേ പോകും, കാലിക്കറ്റ് വഴിയാണ്. ഒരാളും കയറില്ല. പിന്നെ അവിടെ ആരും ബോംബെയിൽ അന്ന് പഠിച്ച ആൾക്കാരാണ് വേണ്ടിയത്. ആ മൈഗ്രേഷൻ, ഈ ഫസ്റ്റ് വേവ് ഓഫ് മൈഗ്രേഷൻ, മുസ്ലിംസ് വെർ നോട്ട് പാർട്ട് ഓഫ് ദാറ്റ്. അവർ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഓൺലി സൗത്ത് കേരള, തിരുവാങ്കൂർ, കൊച്ചിൻ വാസ് ദ ഫസ്റ്റ് വേവ് ഓഫ് മൈഗ്രേഷൻ. അപ്പോൾ അന്ന് കേരളത്തിൽ നമ്മൾ വിളിക്കുന്നത് മണി ആർഡർ എക്കോണമിയാണ്. നമ്മൾക്കെല്ലാം ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ 50-60 വയസ്സുള്ള ആൾക്കൊക്കെ അറിയാം മണി ആർഡർ എന്ന് പറയും. നമ്മൾ മണി ആർഡർ, ഇപ്പോൾ മണി ആർഡർ ഇല്ല, മണി ആർഡർ പോയല്ലോ. മണി ആർഡർ നമ്മൾ അവിടെ നിന്ന് പൈസ അനുഭവം, അവിടെ നിന്ന് നമുക്ക് നമ്മൾ എഴുതി മേടിച്ച് സൈൻ ചെയ്ത് മേടിക്കാം. ഇതാണ് മണി ആർഡർ എക്കോണമി. അപ്പോൾ 60കളിൽ കേരളത്തിനുടെ ഒരു എക്കോണമി മണി ആർഡർ എക്കോണമിയാണ്. അവിടെ നിന്ന് മണി വന്നില്ലെങ്കിൽ, ബോംബെയിലിരുന്നോ ബാംഗ്ലൂരിലിരുന്നോ ഡൽഹിയിലിരുന്നോ വന്നില്ലെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് 1960കളിലെയും 70കളിലെയും സംഭവമാണ്. ഇതാണ് ഒരു ഫസ്റ്റ് വേവ്. അതിൽ മലബാർ വാസ് നോട്ട് പാർട്ടിസിപ്പേറ്റഡ്. അന്ന് മലബാറിലിருந்து മൈഗ്രേഷൻ വലിയ കാര്യത്തിൽ ഒന്നുമില്ല. 70-75കളിൽ ഈ ഗൾഫ് തുടങ്ങുമ്പോൾ അന്നാണ് മുസ്ലിം മൈഗ്രേഷൻ സ്റ്റാർട്ടഡ്. അവർ തിരുവനന്തപുരം, ചെന്നൈ പോയില്ല. അവരെല്ലാം തിരുവനന്തപുരം, അബുദാബി, തിരുവനന്തപുരം, ഷാർജ, തിരുവനന്തപുരം, ഖത്താർ, തിരുവനന്തപുരം, ഒമാൻ, കുവൈത്ത് നിങ്ങൾ കണ്ടെങ്കിൽ അവരെല്ലാം എയർപ്ലെയിൻ മൈഗ്രേഷൻ. അന്ന് പോകുന്നത് ട്രെയിൻ മൈഗ്രേഷൻ,
second wave aeroplane migration, and that created a new Malabar. இப்போ நீங்கள் இதில் உள்ள ஒரு 65 வயசு உள்ள ஆள்காரருக்கு நீங்கள் ஒரு காலிக்கெட்டு மேப்பு 60കളിലെയും 70കളിലെയും ഉള്ള കാലിക്കറ്റ് മാപ്പ് അന്ന് നോക്കിയെങ്കിൽ ഇന്ന് നോക്കിയെങ്കിൽ കംപ്ലീറ്റ് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതാണ് മൈഗ്രേഷൻ ഇവിടെ ഉണ്ടാക്കിയ ഒരു നമ്മൾ പറയുമ്പോൾ വെൽത്ത്. അപ്പോൾ ഏർലിയർ ദർ വാസ് ഓൺലി 3M: മലയാളി, മൈഗ്രേഷൻ, മണി. ഈ 3Mலேருந்து 75களில் வேற ஒரு M அதில் வந்து, அதான முஸ்லீம் மைக்ரேஷன். 3Mலேருந்து நமக்கு ஒரு எக்ஸ்ட்ரா ஒரு M നമ്മൾ കൂട്ടി, അതാണ് ഗൾഫ് മൈഗ്രേഷൻ. ഇപ്പോൾ ഗൾഫ് മൈഗ്രേഷൻ പറയുമ്പോൾ 60% ആൾക്കാർ നോർത്ത് കേരള മൈഗ്രേഷൻ ആണ്. ഇപ്പോൾ 85, 90 நான் 87ലാണ് കേരളത്തിൽ വന്നത്. അന്ന് നമ്മളിവിടെ കേരളത്തിൽ ഒരു എയർപോർട്ട് മാത്രമേ ഉണ്ടായിരുന്നത്, തിരുവനന്തപുരം എയർപോർട്ട്. then came എറണാകുളം, then came കാലിക്കറ്റ്, കണ്ണൂർ. നമുക്കറിയാമല്ലോ ഇപ്പോൾ നോർത്തിൽ യു ഹാവ് എയർപോർട്ട്, വെരി ക്ലോസ് യു ഹാവ് മാംഗ്ലൂർ എയർപോർട്ട്. ഈ എയർപോർട്ട് ആർക്കാണ്? എയർപോർട്ട് നമുക്കല്ലല്ലോ, എയർപോർട്ട് ഓൺലി ഫോർ മൈഗ്രൻസ്, സ്പെഷ്യലി ഇൻ്റർനാഷണൽ മൈഗ്രൻറ്റ്. ഇപ്പോൾ നമ്മൾ രാത്രി 2 മണിക്ക് പോയെങ്കിൽ അറിയാം നമ്മൾക്ക് കാലിക്കറ്റ് എയർപോർട്ടിലെയോ ഇല്ല കണ്ണൂർ എയർപോർട്ടിലെയോ ഇല്ല മാംഗ്ലൂർ പോയാൽ അറിയാം. കാല 2 മണിക്ക് എല്ലാ ഫ്ലൈറ്റും വരാം. അബുദാബി, ദുബായ്, ഷാർജ, ബഹറിൻ, ഒമാൻ, കുവൈത്ത്, ഖത്താർ എല്ലാ ഫ്ലൈറ്റും വന്ന് കാലയിൽ ഇറങ്ങും. ആ ഫ്ലൈറ്റ് മൈഗ്രേഷൻ വാസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ മുസ്ലിംസ് ഓഫ് കേരള. അപ്പോൾ നമ്മളിപ്പോൾ കാലിക്കറ്റിൽ നമ്മൾ പഠിക്കാൻ വരുമ്പോൾ നമുക്ക് നോക്കാം, അപ്പൂപ്പൻ ഗൾഫിലുണ്ടായിരുന്നത്, മകൻ ഗൾഫിലുണ്ടായിരുന്നത്, ഇപ്പോൾ കൊച്ചു മകൻ ദുബായിക്ക് പോകാൻ റെഡിയായാണ്. അപ്പോൾ 3 ജനറേഷൻസ് ഈ നോർത്തിലെ മൈഗ്രേഷൻ നടന്നിട്ടുണ്ട്. ഗ്രാൻഡ് ഫാദർ ഇപ്പോൾ ഉള്ള അടുത്ത ജനറേഷൻ, 3 ജനറേഷനിലെ മൈഗ്രേഷൻ നടത്തിയ ഒരേ സ്ഥലം ഈ മലബാറാണ്. ഇപ്പം മൈഗ്രേഷൻ ഒന്നും ഇല്ലെങ്കിൽ, ഈ ബോർഡർ വിട്ട് നമ്മളുടെ മലയാളീസ് പോയില്ലെങ്കിൽ, ഇല്ലാട്ട മുസ്ലിംസ് ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നമ്മളുടെ നിലമ നമുക്ക് എന്നവാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ കാണുന്ന ഡെവലപ്മെൻറ്റ് ഇപ്പം കാണുന്നില്ല, മലപ്പുറത്തിലെയോ കാലിക്കറ്റിലെയോ കാസർഗോഡിലെയോ നമ്മൾ കാണുന്ന ഡെവലപ്മെൻറ്റ് എല്ലാം മൈഗ്രേഷനാണ്. അപ്പോൾ അത് നമ്മൾ പറയുന്നത് റെമിറ്റൻസ് എക്കോണമിയാണ്. ഇപ്പോൾ അഡ്വാൻറ്റേജ് രണ്ടാമത് ഈ വേവ് മൈഗ്രേഷനിൽ സ്പെഷ്യലി മുസ്ലിംസ് അവിടെ ഉണ്ടാക്കുന്ന പൈസ എല്ലാം നമ്മളെ നാട്ടിൽ അനുപ്പയാണ്. അവർ 5 പൈസ അവിടെ മിച്ചം വയ്ക്കില്ല, എല്ലാത്തെയും ചിലവഴിച്ചിട്ട് മിച്ചം എല്ലാം ഇവിടെ അനുപ്പയാണ്. ഇവിടെ എല്ലാം വീട് കെട്ടയും പിള്ളേരെ സ്കൂളിൽ അനുപ്പയും. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെ ഇഷ്ടം പോലെ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇവിടെ ഉണ്ട്. 60കളിൽ എത്ര സ്കൂൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്ര സ്കൂളുണ്ട്, കോളേജ്. അപ്പോൾ അവിടെ നിന്ന് പൈസ ഉണ്ടാക്കി അവരുടെ ഫാമിലിക്കും എല്ലാവർക്കും അനുപ്പയാണ്. അപ്പോൾ ആ ഫണ്ട് എല്ലാം ഇവിടെ വാട്ട് വി കോൾ ദം ഇൻവേർഡ് റെമിറ്റൻസസ്. ഇപ്പോൾ என்னுடைய സ്റ്റഡി പ്രകാരം 2 ലക്ഷം റെമിറ്റൻസസ് ഈസ് കമ്മിങ് ടു കേരള. അതിൽ ഒരു 60% ഈസ് കമ്മിങ് ടു മലബാർ. പൈസ ഉണ്ടാക്കിയത് അവിടെ അല്ല, അവിടെ ഉള്ള പൈസ ഉണ്ടാക്കി ഇവിടെ അനുപ്പയാണ്. അപ്പോൾ അവിടെ ഒരാൾ അവിടെ പൈസ ഉണ്ടാക്കിയെങ്കിൽ ഇവിടെ 4 ആൾക്കാരാണ് ആ പൈസ വെച്ച്, വൈഫ്, പിള്ളേർ, ഇല്ലാട്ട അച്ഛൻ, അമ്മ, ആ ഒരാളുടെ വേലയെ വെച്ചാണ് ഇവിടെ ഒരു 5 ആൾക്കാർ ഇവിടെ ലൈഫ് ഈസ് ഗോയിങ്. പിള്ളേർ പഠിക്കുകയാണോ, ഇഷ്ടം പോലെ അവർക്ക് കളിക്കാൻ ബുദ്ധിമുട്ടില്ല, നല്ല വീട്ടിൽ താമസിക്കുകയാണോ, അസുഖം വന്നെങ്കിൽ അവരിപ്പം പ്രൈവറ്റ് ആസ്പത്രി പോയാണ്. അപ്പോൾ യു ക്യാൻ സീ ദാറ്റ് ആ മൈഗ്രേഷൻ ലെഡ് ടു ലോട്ട് ഓഫ് ഡെവലപ്മെൻറ്റ്. ബിക്കോസ് അവർ അവിടെ പൈസ വയ്ക്കില്ല, അവിടെ ഉണ്ടാക്കുന്ന പൈസ എല്ലാം അവരിവിടെ അനുഭവം. അതാണ് ഇവിടെ ഡെവലപ്മെൻറ്റ്. ഇപ്പം ഈ മലബാർ ഡെവലപ്മെൻറ്റ് ബിക്കോസ് എല്ലാ പൈസയും ഇവിടെ എത്തി, അവിടെ 5 പൈസ അവർ വച്ചിട്ടില്ല. കാരണം അവരുടെ പിള്ളേരെല്ലാം അവിടെ ഉണ്ട്, അവരുടെ അമ്മ അച്ഛൻ ഇവിടെ ഉണ്ട്, അവരുടെ വൈഫ് ഇവിടെ ഉണ്ട്, പിള്ളേർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരവിടെ വെച്ചിട്ട് കാര്യം അവരെല്ലാം തിരിച്ചു വരാം. ഈ ഗൾഫിലെ പോകുന്ന ആൾക്കാർ തിരിച്ചു വരണം. ഇപ്പോൾ നമ്മൾ അസംബ്ലിയിൽ 2-3 MLA-മാരുണ്ട് റിട്ടേൺ മൈഗ്രൻ്റ്. അവർ റിട്ടേൺ മൈഗ്രൻ്റ് MLA-ക്ക് നിന്നാൽ MLA ജയിക്കാം. അവർ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറാണ്. അപ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല, അവരിവിടെ വന്ന് പാർട്ടിയിൽ ചേരാം, ഇലക്ഷനിൽ നിൽക്കാം, ജയിക്കാം, റിട്ടേൺ മൈഗ്രൻ്റ്. അപ്പോൾ അവരെല്ലാം ഇവിടെ വന്ന് നമ്മൾ കേരളത്തെ ഒരു ഡെവലപ്മെൻറ്റ് നടത്തി. അതാണ് രണ്ടാമത് ഈ ഗൾഫ് മൈഗ്രേഷൻ. അതാണ് വലിയ
மாற்றம் കേരളത്തിൽ ഏർപ്പെടുത്തിയത്. അതിൽ വലിയ മാറ്റം ഏർപ്പെടുത്തിയ ഒരേ കമ്മ്യൂണിറ്റി നമ്മളുടെ മുസ്ലിംസ് ആണ്. അതിനുடைய growth, നമ്മളുടെ ഒരു സ്കൂൾ, നമ്മളുടെ പ്രാർത്ഥനാലയങ്ങൾ, നമ്മളുടെ ബിസിനസ്, നമ്മളുടെ പിള്ളേരുടെ പഠിപ്പ് എല്ലാം എവറിത്തിങ് കണക്റ്റഡ് ടു ദ ഗൾഫ് മൈഗ്രേഷൻ. അത് നമ്മൾ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എത്ര ആൾക്കാർ, ഇവിടെ ആൾക്കാരിലെ കുറച്ച് ആൾക്കാർ പറയാം, ഞാൻ ഗൾഫിലാണ് ഉണ്ടായിരുന്നത്, എൻ്റെ അച്ഛൻ ഗൾഫിലാണ് ഉണ്ടായിരുന്നത്, എൻ്റെ ബ്രദർ ഗൾഫിലാണ് ഉണ്ടായിരുന്നത്. നമ്മൾ പറയും ഇഷ്ടം പോലെ ഇവിടെ നോക്കിയെങ്കിൽ 10 വീട്ടിലേക്ക് ഇവിടെ പോയെങ്കിൽ ഒരു വീട്ടിലെ ഗൾഫ് മലയാളി കാണാം. ഒന്ന് ഇപ്പം ഗൾഫിലുണ്ട്, ഇല്ലെങ്കിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ഗൾഫ്. ഇത് ഒരു മിനി ഗൾഫാണോ? ഈ മലബാറുங்கிறது ഒരു മിനി ഗൾഫാണ്. ഇതാണ് രണ്ടാമത് വേവ്. നമ്മൾ പറയുന്നത് ഡെമോഗ്രഫിയിൽ പറയുമ്പോൾ രണ്ടാമത് വേവ് ആണ്. ആ പൈസ എല്ലാം ഇവിടെ വന്ന് അതാണ് നമ്മൾ കാണുന്നത് റെമിറ്റൻസ് എക്കോണമി. അന്ന് മണിയാടിറങ്ങി പൈസ ഇന്ത്യയിലെന്ന് പറയാണ്, ഇപ്പം എല്ലാം പൈസ വെളിനാട്ടിലെന്ന് പറയാണ്. കേരളത്തിൽ, മലബാറിൽ, കാസർഗോഡിൽ, കണ്ണൂർ എല്ലായിടത്തിലെയും ഫണ്ട് ഈസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്. അതാണ് രണ്ടാമത് സ്റ്റേജ് ആണ്. ഈ മൂന്നാമത് സ്റ്റേജിൽ മുസ്ലിംസ് ഇല്ല. മൂന്നാമത് സ്റ്റേജിൽ മുസ്ലിംസ് ഇല്ല. അതെല്ലാം ഗോയിങ് ടു അമേരിക്ക, ഗോയിങ് ടു കനഡ, ഗോയിങ് ടു ഓസ്ട്രേലിയ. അതിൽ എഗെയിൻ മുസ്ലിംസ് ആർ നോട്ട് പാർട്ട് ഓഫ് ദേ ആർ സ്റ്റിൽ ഇൻ ഇന്ത്യ, ദേ ആർ നോട്ട് ഗോയിങ് ടു അമേരിക്ക. അത് എല്ലാം പോகிறது സൗത്തിലെയാണ്. അത് ഐ കോൾ ദം റിവേഴ്സ് റെമിറ്റൻസസ്. പോன വർഷം മാത്രം 50,000 കോടി കേരളത്തിലിருந்து പുറത്തു പോയിട്ടുണ്ട്. വെളിനാട്ടിൽ അമേരിക്കാവിലെയും കനഡ, ഓസ്ട്രേലിയ, ലണ്ടൻ. നമ്മുടെ പിള്ളേർ 25 ലക്ഷം പഠിക്കാൻ പോയിട്ടുണ്ട്. അതിൽ ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ കുറയാണ്. എല്ലാം സൗത്താണ്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, തിരുവനന്തപുരം, എറണാകുളം. ഇനി കം ടു കാസർഗോഡ്, കാലിക്കറ്റ് കുറച്ച് ആൾക്കാരെ പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് റിവേഴ്സ് റെമിറ്റൻസസ്. ഇവരെല്ലാം അവിടെ പോയിട്ട് ഇവിടെ വരവില്ല തിരിച്ച്. അവരെല്ലാം അമേരിക്കാവിൽ താമസിക്കും, കനഡാവിൽ താമസിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഫണ്ട് പോവുകയാണ്. അവർ പഠിக்கிறதுக்கு നമ്മൾ 25 ലക്ഷം, 30 ലക്ഷം, 50 ലക്ഷം എടുത്ത് നമ്മുടെ പിള്ളേരെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അവർ പോയിട്ട് അവർ തിരിച്ച് വരവില്ല. ഒരു 20 കൊല്ലം കഴിഞ്ഞ് അവർ നാട്ടിലുള്ള വീട്ടവിടെ വിത്തിട്ട് ഈ പൈസയും കൊണ്ടുപോയി അവിടെ മീഡിയം മേടിക്കും, കനഡാവിലെയും. അതാണ് നമ്മൾ പറയുന്നത് രണ്ടാമത് റിവേഴ്സ് റെമിറ്റൻസസ്. ഫസ്റ്റ് പഠിക്കാൻ പോகிற പൈസ ഉണ്ട് ഇഷ്ടം പോലെ. അടുത്ത ഇവിടെയുള്ള വീടുകൾ എല്ലാം, ഇപ്പോൾ നിങ്ങൾ പോയെങ്കിൽ കോട്ടയം ഏരിയയിൽ പോയെങ്കിൽ ഇഷ്ടം പോലെ വീടുകൾ, ഹൗസ് ഫോർ സെയിൽ. ആ പൈസ വിത്തിട്ട് ഇവിടെ വേറെ വീട് വാങ്ങുന്നതൊക്കെയല്ല, അവരെല്ലാം വെളിയെ പോയാണ്. അതാണ് സെക്കൻഡ് വാട്ട് ഈസ് കോൾഡ് ദ സെക്കൻഡ് റിവേഴ്സ് റെമിറ്റൻസസ്. പഠിക്കാൻ പോகிறது ഒരു റിവേഴ്സ് റെമിറ്റൻസസ്. സെക്കൻഡ് ഇവിടെ നിന്ന് വിത്ത് സാധനങ്ങളെല്ലാം അടിച്ച് പിറക്കി കൊണ്ടുപോகிறது ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ മലബാർ ഈസ് നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ്. അതാണ് മൂന്നാമത് വേവ് നമ്മൾ പറയുന്നത്. ഇപ്പം സംഭവിക്കുന്നത് നാലാമത് വേവാണ്. നാലാമത് വേവാണ്. എല്ലാവരും അത് പേടിച്ചിരിക്കുക, നമ്മളെല്ലാം പേടിക്കുകയാണ്. നാലാമത് വേവ് എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള ആൾക്കാർ ഇവിടെ ഇറങ്ങി പറയാണ്. ഒറീസ, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് അവരെല്ലാം ഇപ്പോൾ എവിടെ പോന്നാലും, ഏത് കടയിൽ നമ്മൾ പോന്നാലും അവിടെ ഒരു മൈഗ്രൻ്റ് കാണാം. ഏത് കടയിൽ, ഇപ്പോൾ ബസ്സിലെ ഏറിയെങ്കിൽ അവിടെ കാണാം, ട്രെയിനിലെ ഏറിയെങ്കിൽ അവർ കാണാം, എല്ലായിടത്തിലും അവർ കാണാം. ഇപ്പോൾ ദുബായിലെ ട്രെയിനിൽ ഇറങ്ങി നമ്മൾ മലയാളീസ് കാണാം, ഇവിടെ ട്രെയിനിൽ ഇറങ്ങി നമുക്ക് ബംഗാളി കാണാം. മാറ്റമൊന്നുമില്ല. നമ്മൾ അവിടെ പോയിരിക്കുകയാണ്. നമ്മളെ തേടി ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ പണിയെടുക്കാൻ പറയാണ്. നമ്മളത് ഡെമോഗ്രഫിയിൽ പറയുന്നത് റിപ്ലേസ്മെൻറ്റ് മൈഗ്രേഷൻ ആണ്. നമ്മൾ പറയുന്നത് കേരളത്തിലുള്ള പ്ലംബർ, ഇവിടെ ഉള്ള പ്ലംബർ, ഇപ്പം പ്ലംബർ ഇവിടെ ഇല്ല. ആ പ്ലംബർ ദുബായിലുണ്ട്. നമ്മളുടെ പ്ലംബർ എല്ലാം, മലയാളി പ്ലംബറെല്ലാം ദുബായിലെയും സൗദി അറേബ്യ, ഖത്തറുണ്ട്. അപ്പം നമുക്ക് പണി ചെയ്യാൻ പ്ലംബർ വേണോ? ഇപ്പം പ്ലംബർ എവിടെ നിന്ന് വരാം? പ്ലംബർ ഒറീസാവിലെന്ത് വരാം, പ്ലംബർ രാജസ്ഥാനിലെന്ത് വരാം. അപ്പം നമ്മൾ അവിടെ പോയി പൈസ ഉണ്ടാക്കി അവിടെ അനുപ്പിയാണോ? ഇവിടെ അനുപ്പിയാണോ? ഇവിടെ ഇവർ പണി ചെയ്ത് ഇവർ പൈസ ഉണ്ടാക്കി ഇവർ ഇവിടെ അനുപ്പിയാണോ? റിവേഴ്സ് റെമിറ്റൻസസ്. അടുത്ത അവിടെ നിന്ന് ഗൾഫിലിருந்து പൈസ ഇവിടെ പറയാണോ? നമ്മൾ വീട് വെക്കുകയാണോ? ആ വീട് പണി ചെയ്ത എല്ലാ ആൾക്കാരെല്ലാം മലയാളീസ് അല്ല, എല്ലാവരും അവിടെ നിന്ന് വരും. അവർ പൈസ ഉണ്ടാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് അനുപ്പുക പോലെ ഇവർ ഇവിടെ നിന്ന് പൈസ അനുപ്പും. അതാണ് നാലാമത് വേവാണ്. അപ്പം ഫസ്റ്റ് വേവ് നോ മുസ്ലിംസ്, സെക്കൻഡ് വേവ് ഫുള്ളി മുസ്ലിംസ്, തേർഡ് വേവ് നോ മുസ്ലിംസ്, ഫോർത്ത് വേവ് നോ മുസ്ലിംസ്. അപ്പം നമ്മൾ ബെനിഫിറ്റ് ആയത്
രണ്ടാമത് വേവിൽ മാത്രമാണ് ഗൾഫ് മൈഗ്രേഷൻ. അതിലാണ് നമ്മൾ ആൾ ദ മലബാർ ഹാസ് ബെനിഫിറ്റഡ് ബൈ മൈഗ്രേഷൻ. അപ്പോൾ അതാണ് നമ്മൾ ആ സമയത്തിൽ നമ്മൾ ചില അതിനോട് ഒരു ഇമ്പാക്റ്റും ഉണ്ട്. നമ്മളിപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, 2000 நான் துபாய் போயிருந்தது. അപ്പോൾ നമ്മൾ ഒരു കുയിലാണ്ടി, ഇവിടെ കുയിലാണ്ടി എവിടെയോ ഉണ്ട്, കുയിലാണ്ടി കാലിക്കറ്റാണോ കുയിലാണ്ടി. അപ്പോൾ ഞാൻ കുയിലാണ്ടിൽ ഒരു പുള്ളിയെ കണ്ടു. അപ്പോൾ പുള്ളി പറഞ്ഞത് പുള്ളി പഠിച്ചത് 3ാം ക്ലാസ്സാണ്. പുള്ളി പഠിച്ചത് 3ാം ക്ലാസ്സാണ്. ബട്ട് അവർ പിള്ളേരെല്ലാം പഠിക്കുന്നത് എല്ലാം ബിടെക്കും നഴ്സിംഗും MBBS ആണ്. 3ാം ക്ലാസ് പഠിച്ച പുള്ളിക്ക് അവരുടെ പിള്ളേരെ പഠിപ്പിക്കാൻ കാരണം എന്നാ വേണം, അവിടെ നിന്ന് പൈസ അനുപ്പാൻ പറ്റി, പേയ്മെൻറ്റ് സീറ്റ് വാങ്ങാൻ പറ്റും, NRI കോട്ട മേടിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഉള്ള ഫണ്ടാണ് നമ്മളുടെ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ കേരളത്തിനുடைய ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ മൈഗ്രേഷൻ പ്ലേഡ് എ മേജർ റോൾ. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. ഇതെല്ലാം മണിയാണ്. മലയാളി, മൈഗ്രേഷൻ, രണ്ടാമത് M ആണോ, മൂന്നാമത് തേർഡ് M മുസ്ലിം മൈഗ്രേഷൻ, ഫോർത്ത് M മണി. ഇപ്പം 4 Mലാണ് നമ്മൾ കളിക്കുകയാണ്. 4 M മലയാളി, മൈഗ്രേഷൻ, മുസ്ലിം ആൻഡ് മണി. ഈ 4 Mലാണ് ഇപ്പോൾ കേരള നടക്കുകയാണ്. ഈ മൈഗ്രേഷൻ പറയുമ്പോൾ നമ്മൾ പോகிறது മാത്രമല്ല, ഇവിടെ വേറെ ആൾക്കാരുണ്ട്. ആ M മൈഗ്രേഷൻ അതാണ് നമ്മൾ ഇവിടെ ഭയങ്കര ഡിസ്കഷനാണ്. ഇപ്പോൾ കേരളത്തിലുള്ള ഒരു വലിയ സബ്ജക്റ്റ് മൈഗ്രേഷൻ. ഇവിടെ നിന്ന് ആൾക്കാർ പോവുകയാണോ, പഠിക്ക പിള്ളേർ പോവുകയാണോ, ഒറീസയിൽ നിന്ന് ഇവിടെ ആൾക്കാർ പറയുകയാണോ, ബംഗാളിൽ നിന്ന് ഇവിടെ ആൾക്കാർ പറയുകയാണോ, നമ്മളിവിടെ എല്ലാം മൈഗ്രേഷൻ മൈഗ്രേഷൻ മൈഗ്രേഷൻ. ഇതാണ് ഇവിടെ ഒരു കേരളത്തിനൊരു വലിയ ടോപ്പിക്ക് മൈഗ്രേഷനാണ്. വേറെ ടോപ്പിക് ഇവിടെ ഒന്നില്ല, എല്ലാം മൈഗ്രേഷനാണ്. ബിക്കോസ് മണി ഇൻവോൾവ്. മൈഗ്രേഷൻ മീൻസ് മണി. നമ്മൾ പോയി അവിടെ ഉണ്ടാക്കോ, ഇവിടെ വരെ ആൾക്കാർ ഇവിടെ ഉണ്ടാക്കി ഇവിടെ നിന്ന് ഇറക്കും. അപ്പോൾ ഇതിലേക്ക് ഒരു റൂട്ടാണ്. ദുബായിலேருந்து பைசா கேரளத்துக்கு வரும், கேரளத்துலேருந்து பைசா ஒரிசாவுக்கு போகும், கேரளத்துலேருந்து பைசா வெஸ்ட் பெங்கால் போகும். நமக்கு எവിടെ இருந்து வரும்? சவுதி அரேபியா, கத்தார், பஹ்ரைன், ஒமான், குவைத். இവിടെருந்து എവിടെ പോകും? പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മണിപ്പൂർ. ഇവിടെ ഇതാണ് നമ്മൾ രസനിക്ക്. നമ്മൾ ഒരു നടുവിലുള്ള ആളാണ് കേരളത്തിൽ. അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊടുക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ചാപ്പാട് കൊടുക്കുമല്ലോ, എടുത്ത് കൊടുത്തിട്ട് പോയിട്ടേ നമ്മൾ ക്രാസ് ചെയ്യാണ്. നമ്മൾ കയ്യിലെ ചാപ്പാട് കാണില്ല, ജസ്റ്റ് പാസിങ്. അവിടെ നിന്ന് പറയാണ്. അതാണ് നമ്മളിപ്പോൾ കേരളത്തെ പറയുന്നത് റിവേഴ്സ് റെമിറ്റൻസസ്. ഇവിടെ നിന്ന് ഇഷ്ടംപോലെ പൈസ പോയാണ്, 50,000 കോടി 60,000 കോടിന് പറയാണ്. നമുക്കതുകൊണ്ട് അറിഞ്ഞൂടാ. അതാണ് ഇപ്പം പറയുന്നത് റിവേഴ്സ് റെമിറ്റ്. ഇവിടെ നിന്ന് പൈസ പോവുകയാണ്. ഇവിടെ എല്ലാം അവരെല്ലാം ഇവിടെ പണിയെടുക്കുകയാണ്. പണിയെടുത്തിട്ട് എല്ലാ പൈസ ആവും ഒറീസാവുക്കും രാജസ്ഥാനുക്കും UPക്കും പോവുകയാണ്. കാരണം ഇപ്പോൾ ഒരു വലിയ ഡിബേറ്റാണ്. അത് ഒരു സൈഡിൽ നമുക്ക് ഇരിക്കട്ടോ, അത് നമുക്കൊരു മുഖ്യമായ ടോപ്പിക്കാണ്. ബട്ട് അതിനുடைய സ്റ്റഡീസ് വലിയ സ്റ്റഡീസ് ഇവിടെ ഇല്ല. നമ്മൾ ഫൈനലിൽ പറയുമ്പോൾ വേറെ ഒരു കാര്യം നമ്മൾ നോക്കണം. നമ്മൾ മണി മാത്രമല്ല, മൈഗ്രേഷൻ ബ്രിങ്സ് മണി, ഇറ്റ് ആൾസോ ബ്രിങ്സ് ലാട്ട് ഓഫ് സോഷ്യൽ കാസ്റ്റ്. നമ്മൾ സോഷ്യൽ കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ മൈഗ്രൻസ് ആർ ഗോയിങ്, ബട്ട് അവിടെ പോവാത്ത ആൾക്കാർ അഫക്റ്റഡ് ബൈ മൈഗ്രേഷൻ. ഇന്ന് കേരളത്തിൽ മാത്രം 10 ലക്ഷം മാരീഡ് വിമൻ അവരുടെ ഭർത്താക്കന്മാർ ഇവിടെ അല്ല, അവരെല്ലാം ഗൾഫിലാണ്. 10 ലക്ഷം മാരീഡ് വിമൻ അവരെല്ലാം ഹസ്ബൻഡ് എവിടെയാണ്? ഗൾഫില. അതുപോലെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ എവിടെ? ഗൾഫില. അമ്മ എവിടെ? ഗൾഫില. എവിടെ താമസിക്കുകയാണ്? അപ്പൂപ്പൻ കൂടെ. ബോർഡിംഗ് സ്കൂൾ. അപ്പോൾ നമ്മൾ ഒരു ഹാവിങ് എ ന്യൂ സൊസൈറ്റി. പിള്ളേർ അച്ഛൻ കയ്യിലെന്ന് വളരെയാണ്, ഇല്ലാട്ട അമ്മ കയ്യിലെന്ന് വളരെയാണ്, ഇല്ലാട്ട അപ്പൂപ്പൻ കയ്യിലെന്ന് വളരെയാണ്. അപ്പം ഈ പിള്ളേർ അച്ഛനും അമ്മ കൂടെ വളർന്ന പിള്ളേർ ഇപ്പോൾ ഭയങ്കര കുറയാണ്. അച്ഛൻ കൂടെ വളരും, ഇല്ലാട്ട അമ്മ കൂടെ വളരും. അപ്പോൾ അവരുടെ ഒരു അവരുടെ ക്യാരക്ടർ എല്ലാം നമ്മൾ അതെല്ലാം പഠിക്കണം. അത് പാർട്ട് ഓഫ് ദ മൈഗ്രേഷൻ. ഇപ്പം ഇന്ന് ഗൾഫ് വാർ സ്റ്റാർട്ടഡ് വിത്ത് ഇറാൻ. നമ്മളെ കേരളത്തിൽ നിന്ന് 2 ലക്ഷം ആൾക്കാരാണ് അവിടെ ഉണ്ട് ഇപ്പം ഗൾഫിൽ. 2 ബില്യൺ 20 ലക്ഷം ആൾക്കാർ. അന്ന് രാത്രി ഇവിടെ നിന്ന് 20 ലക്ഷം ഫോൺ കാൾ ഗൾഫ് പോയിട്ടുണ്ട്. 20 ലക്ഷം ഫോൺ കാൾ കേരളത്തിൽ നിന്ന് ഗൾഫ് പോയിട്ടുണ്ട്. സുഖം തന്നെ, അവിടെ പാമ്പ് കിട്ടിയ നിങ്ങൾ സുഖം തന്നെ. അപ്പൊ അവിടെ ഹസ്ബൻഡിക്ക് ഹൈ ബ്ലഡ് പ്രഷർ, വൈഫിക്ക് ഇവിടെ ലോ ബ്ലഡ് പ്രഷർ. ഹസ്ബൻഡ് എന്നെ സംഭവിക്കും, അച്ഛൻ എന്നെ സംഭവിക്കും, ബ്രദർ. അതാണ് നമ്മളെ മൈഗ്രേഷൻ. നമ്മൾ ഇവിടെ ഉണ്ട്, ബട്ട് അവിടെ നടക്കുന്നത് നമ്മൾക്ക്
ഭയങ്കര നമ്മൾ ഒരു വെപ്രാളമാണ്. അയ്യോ ദുബായിലെ ബാമ്പിട്ടല്ലോ, അയ്യോ ഗൾഫിലെ ബാമ്പിട്ടല്ലോ, നമ്മളെ ആൾക്കാരെല്ലാം അവിടെ ഉണ്ടല്ലോ, ഇവിടെ സംഭവിക്കുമ്പോൾ. അപ്പം നമ്മൾ അവിടെ മൈഗ്രേറ്റ് ആവണില്ല, നമ്മളിവിടെ അഫെക്ഷൻ ഇറക്കാണ്. അതാണ് നമ്മളിപ്പം പഠിക്കാൻ വേണ്ടിയ കാര്യം. മുഖ്യமான കാര്യം ഫാമിലി ഈസ് സെപ്പറേറ്റഡ്. நான் பத்தனംതിട്ടയിൽ പോയിരുന്നത് ഒരു അമ്മച്ചി പറഞ്ഞു, സാറേ മരിച്ചാലും 4 ദിവസം മൊബൈൽ മോർച്ചുവറിൽ ഇരിക്കണം സാറേ. മരിച്ചിട്ട് 4 ദിവസം ഐ വിൽ ബി ഇൻ ദ മൊബൈൽ മോർച്ചുവറി. ബിക്കോസ് എൻ്റെ മകൻ അമേരിക്കയിൽ ഉണ്ട്, അവൻ വന്നിട്ടേ ബാഡി എടുക്കും. ഇതാണ് വയസ്സാன ആൾക്കാരുടെ ഇന്ന് നിലമ. ഇപ്പൊ മൈഗ്രേഷൻ ഈസ് ബ്രിങ്കിങ് മണി, ബട്ട് മൈഗ്രേഷൻ ഓൾസോ ബ്രിങ്കിങ് ലാട്ട് ഓഫ് സോഷ്യൽ ഇഷ്യൂസ്. അത് നമ്മൾ പഠിച്ചെടുക്കണോ. ദെൻ യു വിൽ മേക്ക് മോർ benefit out of migration, because without migration there is no life now. யாரை கண்டாலும் ചോദിച്ചാൽ മതി, എന്നവാനം പ്ലാൻ ദുബായിക്ക് പോകണം, എന്നവാനം പ്ലാൻ അമേരിക്ക പോകണം. അവിടെ ഒരു പുള്ളിയെ കണ്ടെങ്കിൽ പറയാം, എവിടെ നിന്ന് വന്നിട്ടുണ്ട്, വെസ്റ്റ് ബംഗാൾ, എവിടെ നിന്ന് വന്നിട്ടുണ്ട്, മണിപ്പൂർ. നമ്മൾ ഇവിടെ എവിടെ பார்த்தாலும் നമ്മൾ ഇന്നേക്ക് മൈഗ്രേഷൻ ആണ്. ഇപ്പൊ മൈഗ്രേഷൻ ബിക്കം പാർട്ട് ഓഫ് അവർ ലൈഫ്. അപ്പൊ ആ ടോപ്പിക് നിങ്ങൾ ചൂസ് ചെയ്തേക്ക് ഐ എം വെരി ഹാപ്പി, ബിക്കോസ് ഐ എം വർക്കിംഗ് ഓൺ മൈഗ്രേഷൻ ഫോർ 30-35 years now. അപ്പോൾ ഈ മൈഗ്രേഷൻ ഈസ് നൗ ന്യൂ ടോപ്പിക്, ആൻഡ് ഐ എം ഗ്ലാഡ് ദാറ്റ് യു ആർ ഡൂയിങ് ദിസ് പർട്ടിക്കുലർ സെമിനാർ. ബോർഡർ, ദർ ഈസ് നോ ബോർഡർ നൗ. മലയാളീസ് ഇവിടെ മാത്രമല്ല, മലയാളംഗത് കേരളത്തിക്ക് പുറത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. മലയാളി ഔട്ട്സൈഡ് കേരളത്തിൽ നിന്ന് 148 നാട്ടിലുണ്ട്. അതാണ് നമ്മളുടെ മൈഗ്രേഷൻ. അപ്പോൾ അത് നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ചിട്ട് നമ്മളുടെ സൊസൈറ്റിയിൽ അതിൻ്റെ ഇമ്പാക്റ്റ് പഠിക്കണം. പഠിച്ചാൽ നമ്മളുടെ ഫ്യൂച്ചറിൽ, സ്പെഷ്യലി ഫോർ ദ യങ് ചിൽഡ്രൻ, ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് migration is part of our life. We migrate to Gulf, we are respected there. Bengali will come here, we should respect them. It's a human mobility. With that I will stop here. Thank you very much for inviting me. Thank you very much.